During the transmission of nerve impulse through a nerve fiber, the potential on the inner side of the plasma membrane has which type of electric charge? ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ മക്കളെ. ഓപ്ഷൻസിൽ തന്നേക്കുന്നത് ഫസ്റ്റ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് ആൻഡ് അഗെയിൻ ബാക്ക് ടു നെഗറ്റീവ്. ബി ഓപ്ഷൻ ഫസ്റ്റ് പോസിറ്റീവ് ദെൻ നെഗറ്റീവ് ആൻഡ് കണ്ടിന്യൂ ടു ബി നെഗറ്റീവ്. ഓപ്ഷൻ സി ഫസ്റ്റ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് ആൻഡ് കണ്ടിന്യൂ ടു ബി പോസിറ്റീവ്. ഓപ്ഷൻ ഡി ഫസ്റ്റ് പോസിറ്റീവ് ദെൻ നെഗറ്റീവ് ആൻഡ് അഗെയിൻ ബാക്ക് ടു പോസിറ്റീവ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, നെർവ് ഇമ്പൾസ് ഇങ്ങനെ നെർവ് ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിലെ ഇന്നർ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും, ഏത് ടൈപ്പ് ഇലക്ട്രിക് ചാർജ് ആയിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ പുറത്ത് പോസിറ്റീവ് ആയിരിക്കും. പ്ലാസ്മ മെംബ്രെയിനിൻ്റെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ പറയുകയാണ്. പുറത്ത് അതെങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഉള്ളിൽ അതെങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇത് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ആദ്യം അവർ ഏത് സ്റ്റേറ്റിലാണ്, അകത്ത് നെഗറ്റീവ് ആണ്. ഉള്ളിലെ കേസാണ് കണ്ടുപിടിക്കേണ്ടത്, ഇന്നർ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ആദ്യം അവർ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് ആണ് അവർ. പിന്നീട് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോഴാണ് അവർക്ക് മാറ്റം വരുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് എന്നുള്ളതാണ് നമുക്ക് വരുന്ന ഓപ്ഷൻസിനകത്ത് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ എയും സിയും എവിടെ വരുള്ളൂ, ബിയും വരില്ല, ഡിയും വരത്തില്ല. അപ്പോൾ നമുക്ക് സംശയം വന്നത് രണ്ടെണ്ണം, എയും സിയും ഫസ്റ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോൾ എന്താ പറ്റുക, ആക്ഷൻ പൊട്ടൻഷ്യൽ അതായത് സിമ്പിൾസ് എത്തുമ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറുമല്ലോ അവർ. അപ്പോൾ എന്താ പറ്റുക, ഇതങ്ങ് തലതിരിയും. അപ്പോൾ ഇവർ എന്തായി, പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവും ആവും അല്ലേ. അതല്ലേ സംഭവിക്കുന്നത്, പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവും ആവും. അതാണ് ആക്ഷൻ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന സംഗതി. അപ്പോൾ ആദ്യം നെഗറ്റീവ് ആയിരുന്നു, പിന്നീടാണ് അവർ ആദ്യം നെഗറ്റീവ് എന്ന് വെച്ചാൽ ഉൾവശത്ത് ആദ്യം നെഗറ്റീവ് ആയിരുന്നു, പിന്നീടാണ് അവരെന്താവുന്നത് പോസിറ്റീവ്. പിന്നീട് ആക്ഷൻ പൊട്ടൻഷ്യൽ തൊട്ടടുത്തേക്ക് പോകുമ്പോൾ അവർ പഴയ പൊസിഷനിൽ തിരിച്ചു വരും അല്ലേ. അപ്പോൾ അവർ പിന്നെ നെഗറ്റീവ്, അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. നെഗറ്റീവ് ഫസ്റ്റ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് ദെൻ ബാക്ക് ടു നെഗറ്റീവ്. ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഏതേ ഉള്ളൂ, ഓപ്ഷൻ എ അല്ലേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ്. താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ട്രൂ ഫോൾസിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, കറക്റ്റുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് ട്രൂ ഫോൾസും നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോവാം. The axoplasm inside the axon contain high concentration of potassium ion and negatively charged protein. Axoplasm എന്ന് പറഞ്ഞാൽ ആക്സോണിനകത്തുള്ള സൈറ്റോപ്ലാസം ആണ് ആക്സോപ്ലാസം. അതിനകത്ത് ധാരാളം പൊട്ടാസ്യം അയണിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് കൂടുതലാണ്. ശരിയാണ് അല്ലേ? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ട്രൂ എന്ന് പറയുന്നു. ആക്സോപ്ലാസം ഇൻസൈഡ് ദ ആക്സോൺ കണ്ടെയ്ൻ ലോ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ആണ്. പൊട്ടാസ്യം കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സോഡിയത്തിന്റെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കും. പൊട്ടാസ്യം ഉള്ളിൽ കൂടുതലാണെങ്കിൽ സോഡിയം അവിടെ കുറവായിരിക്കത്തില്ലേ, അപ്പം ട്രൂ ആണ്. ഓക്കെ, ദ ഫ്ലൂയിഡ് ഔട്ട്സൈഡ് ദ ആക്സോൺ കണ്ടെയ്ൻസ് ലോ കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാസ്യം ആണ്. പുറത്ത് പൊട്ടാസ്യം അയണിന്റെ അളവ്, മക്കളെ അകത്ത് പൊട്ടാസ്യം കൂടുതലാണെങ്കിൽ പുറത്ത് എന്താ പൊട്ടാസ്യം കുറവല്ലേ, അപ്പോൾ പുറത്ത് പൊട്ടാസ്യം കുറവെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ട്രൂ ആണ്. ഫ്ലൂയിഡ് ഔട്ട്സൈഡ് ദ ആക്സോൺ ഹാസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം. പുറത്ത് സോഡിയം കൂടുതലാണ്. പക്ഷെ ഒരു പോയിന്റ് കൂടെ അവർ പറയുന്നുണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീനും കൂടുതലാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻ ഉള്ളിലാണ് കൂടുതൽ, ആക്സോപ്ലാസ്റ്റിനകത്താണ് കൂടുതൽ. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, ട്രൂ 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 ഫോൾസ് അങ്ങനെയാണ് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ട്രൂ ഫോൾസ് ഫോൾസ് ട്രൂ അല്ല, ട്രൂ ട്രൂ ഫോൾസ് ഫോൾസ് അല്ല, ട്രൂ 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 ഫോൾസ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയേ. യൂണിഡയറക്ഷണൽ ട്രാൻസ്മിഷൻ ഓഫ് എ നെർവ് ഇമ്പൾസ് ടു നെർവ് ഫൈബർ ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ്. അതായത് നെർവ് ഫൈബറിലൂടെയുള്ള നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാടാ? യൂണിഡയറക്ഷണൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, വേറെ രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ് യൂണിഡയറക്ഷണൽ ട്രാൻസ്മിഷൻ ഇവിടെ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ആക്സോൺ ടെർമിനൽ ആണ് ആക്ച്വലി ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രറ്റ് ചെയ്യുന്ന ഡെൻഡ്രൈറ്റുകളോ ഡെൻഡ്രോണുകളോ ഒന്നും അല്ല. അതാണ് ഇവിടുത്തെ റീസൺ. അപ്പോൾ നമുക്ക് എന്തായാലും ആൻസറിലോട്ട് ഓൾറെഡി നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, നെർവ് ഫൈബർ ഈസ് ഇൻസുലേറ്റഡ് ബൈ മെഡുലറി ഷീത്ത്. അതല്ല. സോഡിയം പൊട്ടാസ്യം സ്റ്റാർട്ട്സ് ഓപ്പറേറ്റിംഗ് ഓൺലി അറ്റ് ദ സൈറ്റോൺ ആൻഡ് ദെൻ കണ്ടിന്യൂസ് ടു ദ നെർവ് ഫൈബർ. സോഡിയം പൊട്ടാസ്യം പമ്പ് ആക്ട് ചെയ്യുന്ന സൈറ്റോണിലാണോ? സൈറ്റോണിൽ മാത്രമാണോ? അല്ലല്ലോ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ് ബൈ ഡെൻഡ്രൈറ്റ്. ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്ന ഡെൻഡ്രൈറ്റ് ആണോ? അല്ല. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ് ബൈ ദ ആക്സോൺ ടെർമിനൽസ് ഓർ ആക്സോൺ എൻഡിങ്സ് ആൻഡ് നോട്ട് ബൈ ഡെൻഡ്രൈറ്റ്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, റെഫർ ടു ദ ഗിവൺ ഫിഗർ
ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്ട് വിച്ച് കണ്ടെയ്ൻസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, അതായത് ഈ ഒരു ഫിഗർ നോക്കി വെച്ച് ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിരിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ലേബിൾ ചെയ്യാം, എന്ന് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതേതാ, ഏത് ഭാഗമാണ്? അത് ആക്സോൺ ആണ്. ഇത് ആക്സോണിൻ്റെ ടെർമിനലാണ്. രണ്ടാമത്തെ പാർട്ട് ഏതാണ്? ആക്സോണിൻ്റെ ടെർമിനലാണ്. ഇത് സിനാപ്സ് ആണ്. സിനാപ്സിനകത്തിരിക്കുന്ന സിനാപ്റ്റിക് വെസിക്കിളാണ്. മൂന്നാമത്തത് സിനാപ്റ്റിക് വെസിക്കിൾ അതിനകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ചോദ്യം. സിനാപ്റ്റിക് വെസിക്കിൾ, അതിനുള്ളിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് നാലാമത്തത് റിസപ്റ്ററാണ്. പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറിനകത്തിരിക്കുന്ന റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ചോദ്യം എന്താണ് മക്കളെ? ചോദ്യം ഇതാണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഇരിക്കുന്നത് ഏതിനകത്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഇരിക്കുന്നത് ഏതിനകത്താണ്? സിനാപ്റ്റിക് വെസിക്കിളിനകത്താണ് എന്തിരിക്കുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? മൂന്നാമത്തെ പാർട്ട്. അപ്പോൾ മൂന്നൊന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ, സി ഓപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. നോൺ മൈലിനേറ്റഡ് ആക്സോൺസ് ഡിഫർ ഫ്രം മൈലിനേറ്റഡ് ഇൻ ദാറ്റ് ദേ. അതായത് നോൺ മൈലിനേറ്റഡ് ആക്സോൺ എന്ന് പറഞ്ഞാൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആക്സോൺ ആണ്. അവർ മൈലിൻ ഷീത്തുള്ള ആക്സോൺ ഞങ്ങൾ ഉറപ്പായിട്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആർ മോർ എക്സൈറ്റബിൾ, രണ്ട്, ലാക്ക് ഓഫ് നോഡോഫ്രാൻവിയർ, ആർ നോട്ട് കേപ്പബിൾ ഓഫ് റീജനറേഷൻ, ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഷ്വാൻ സെൽസ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, മൈലിൻ ഷീത്ത് ഉള്ളവരും മൈലിൻ ഷീത്ത് ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ മൈലിൻ്റെ വ്യത്യാസം തന്നെയാണ് അല്ലേ? അപ്പോൾ മൈലിൻ ഷീത്ത് ഇല്ല എങ്കിൽ അവിടെ നോഡോഫ്രാൻവിയർ കാണുകൂടാ മക്കളെ? ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ലാക്ക് ഓഫ് നോഡ്സ് ഓഫ് ഫ്രാൻവിയർ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. നെർവ് ഇമ്പൾസ് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ. നെർവ് ഇമ്പൾസ് വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? മൈലിനേറ്റഡ് നെർവ് ഫൈബറിലൂടെയാണോ, നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബറിലൂടെയാണോ, ബോത്ത് എ ആൻഡ് ബി ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇതേ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു തന്നതാണ്. സോൾട്ടേറ്ററി കണ്ടക്ഷനെ ബേസ് ചെയ്ത് ചാടി പോകുന്ന കേസ്. എന്തുകൊണ്ടാണ് ഇമ്പൾസ് ചാടി പോകുന്നത്? എവിടെയാണത് ചാടി പോകുന്നത്? എവിടെയാ? മൈലിനേറ്റഡ് നെർവ് ഫൈബറിലല്ലേ? കാരണം നോഡ് ഓഫ് ഫ്രാൻവിയർ ഉണ്ട്. മൈലിൻ ഷീത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ ചാടി ആയിരിക്കും ഇമ്പൾസ് പോകുന്നത്. വളരെ പെട്ടെന്ന് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് മൈലിനേറ്റഡ് നെർവ് ഫൈബറിലാണ് അല്ലേ? അപ്പോൾ മൈലിനേറ്റഡ് നെർവ് ഫൈബറിൽ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In the given figure, identify the incorrect structures marked with the related function. താഴെ തന്നിരിക്കുന്നവയിൽ മാർക്ക്ഡ് സ്ട്രക്ചർ, അതായത് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം എന്തായാലും ആ ഭാഗങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ? ഭാഗങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തേച്ച് നമുക്ക് പറയാം. എ ആയിട്ട് ഇവിടെ കാണിച്ചേക്കുന്നത് നിസൽസ് ഗ്രാന്യൂൾസ് ആണ് അല്ലേ? ആ ഗ്രാന്യൂൾസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബി എന്ന് പറയുമ്പോൾ ഷ്വാൻ സെല്ലാണ്. ഓക്കെ, പിന്നെ സി എന്ന് പറയുമ്പോൾ മൈലിൻ ഷീത്താണ് കാണിച്ചിരിക്കുന്നത്. ഡി എന്ന് പറയുമ്പോൾ സിനാപ്റ്റിക് നോബ്. ഓക്കെ, അപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന എല്ലാം ശരിയാണ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ കൂടെ നോക്കാം. എ എന്തായിരുന്നു? നിസൽസ് ഗ്രാനുൾസ് ഗ്രാനുലാർ ആയതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സിന്തസിന് സഹായിക്കും. പറഞ്ഞേക്കുന്നത് ശരിയാണ്. ഷ്വാൻ സെല്ലാണ് ബി കാണിച്ചേക്കുന്നത്. അത് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് നർവ്സിൻ്റെയൊക്കെ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് കണക്ട് ചെയ്യും. കാരണം ഷ്വാൻ സെല്ലാണ് പ്രൊട്ടക്റ്റീവ് ലെയറായ മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രീതി ചിന്തിച്ചാൽ ശരിയാണ്. സി എന്താ? മൈലിൻ ഷീത്ത് എന്ന് പറയുമ്പോൾ ഉണ്ട്, മൈലിൻ ഷീത്ത് കാണിച്ചിട്ടുണ്ട്. റെഡ്യൂസസ് സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ. തെറ്റാ, റെഡ്യൂസസ് അല്ല, സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ, സ്പീഡ് കൂട്ടാനാണ് അവർ സഹായിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത് എന്താ? സിനാപ്റ്റിക് നോബ്, സൈറ്റ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീഷൻ. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീഷനുമായി ബന്ധപ്പെട്ട സൈറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് സ്ട്രക്ചർ ഏതാണ്? അതിന് ഫംഗ്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇൻകറക്റ്റ് ഏതാണ് എന്നല്ല ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ നമുക്ക് ഏതെടുക്കാതെ? ഓപ്ഷൻ സി, മൈലിൻ ഷീത്ത് സ്പീഡിനെ കൂട്ടുകയാണ്. അപ്പോൾ ഇവിടെ കുറയ്ക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ എ ന്യൂറോൺ ഈസ് നോട്ട് കണ്ടക്ടിങ് എനി ഇമ്പൾസ് ദാറ്റ് ഈസ് റെസ്റ്റിംഗ് ദ ആക്സോണൽ മെംബ്രെയിൻ ഈസ്. അതായത് ഒരു ന്യൂറോൺ ഒരു ഇമ്പൾസും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് ആ ഒരു ന്യൂറോൺ ഏത് സ്റ്റേറ്റിലാണ്? റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്സോണൽ മെംബ്രെയിൻ എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിച്ച ശേഷം നമുക്ക് ആൻസർ പറയാം. കമ്പാരറ്റീവ്ലി മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം അയോൺസ് ആൻഡ് ഇംപെർമിയബിൾ ഓർ നിയർലി ഇംപെർമിയബിൾ ടു സോഡിയം അയോൺ. അടുത്തത് ഇംപെർമിയബിൾ ടു നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ ദ ആക്സോപ്ലാസം. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി, മോർ പെർമിയബിൾ ടു സോഡിയം അയോൺസ് ആൻഡ് ദാൻ പൊട്ടാസ്യം അയോൺ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഓപ്ഷൻ എ ഒന്ന് ചിന്തിച്ച് നോക്കി. കമ്പാരിറ്റീവ്ലി മോർ പെർമിയബിൾ. അതെ, ഇത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആകുമ്പോഴത്തേനും പൊട്ടാസ്യം അയോൺ പെർമിയബിൾ ആണ്, സോഡിയം അയോൺസ് നിയർലി ഇംപെർമിയബിൾ ആണെന്ന് പറയാം. അത് ശരിയാണ്.
ഇംപെർമിയബിലിറ്റി നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസിനെ കടത്തി വിടുന്നില്ലല്ലോ. അപ്പോൾ അത് ശരിയാണ്. അതായത് ഓപ്ഷൻ എയും ബിയും വരും. അതായത് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതെടുക്കാം മക്കളെ? ഓപ്ഷൻ സി എടുക്കുക കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇത് ശ്രദ്ധിക്കുക, ഇത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിന്റെ കേസാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി? അതാണ് ചോദ്യം. ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. നോക്കാം. മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ഡു നോട്ട് പൊസസ് ഷ്വാൻ സെൽ. മൈലിൻ ഷീത്ത് ഉള്ള നെർവ് ഫൈബേഴ്സ് ആണല്ലോ മൈലിനേറ്റഡ് നെർവ് ഫൈബർ. അവർക്ക് ഷ്വാൻ സെല്ലുകൾ ഇല്ല എന്ന്. തെറ്റാ. ഷ്വാൻ സെല്ലുകൾ ഉള്ളതുകൊണ്ടല്ലേ ഷ്വാൻ സെല്ല് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് തെറ്റാണ്. നിസൽസ് ഗ്രാനുൾസ് ആർ ഫൗണ്ട് ഇൻ ആക്സോൺ. ആക്സോണിൽ നിസൽസ് ഗ്രാനുൾസ് ഉണ്ടോ? ഇല്ല. സെൽ ബോഡിയിൽ ഡെൻഡ്രൈറ്റിലുമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് തെറ്റാണ്. നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ഡു നോട്ട് പൊസസ് നോഡ് ഓഫ് റാൻവിയർ. അത് ശരിയാണ്. നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബറിനകത്ത് നമുക്ക് നോഡ് ഓഫ് റാൻവിയർ കാണാൻ പറ്റത്തില്ല, മൈലിനേറ്റിലെ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഇത് ശരിയാണ്. നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആർ കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ബൈ മൈലിൻ ഷീത്ത്. നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സിനെ കംപ്ലീറ്റ്ലി എൻക്ലോസ് ചെയ്തുകൊണ്ട് എന്തുണ്ട്? മൈലിൻ ഷീത്ത് ഉണ്ട്. തെറ്റാ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഇലക്ട്രിക്കൽ സിനാപ്സ്? താഴെ നൽകിയിരിക്കുന്നവയിൽ ഇലക്ട്രിക്കൽ സിനാപ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഏതാണെന്ന് പറയണം. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. നമുക്ക് എന്നിട്ട് കറക്റ്റ് ഓപ്ഷനിലോട്ട് പോകാം. Pre and post synaptic membrane neurons are in very close proximity at electrical synapse. അല്ലേ? അതായത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും അടുത്തടുത്തിരിക്കും. അത്ര അടുത്തിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇലക്ട്രിക്കൽ സിനാപ്സിൽ. ശരിയാണ്. ഇലക്ട്രിക് കറണ്ട് ആർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. ഇവിടുത്തെ ഇമ്പൾസ് ട്രാൻസ്മിഷന് ഇലക്ട്രിക് കറണ്ട് ഇൻവോൾവ്ഡ് ആണ്. ശരിയാണ്. Transmission of an impulse across electrical synapse is very similar to the impulse conduction along the single axon. അതായത് ഇലക്ട്രിക്കൽ സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്തിന് സിമിലർ ആണ്? ആക്സോണിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷന് സിമിലർ ആണ്. ശരിയാണ്. ഇതേ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇൻസൈഡ് ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ പഠിച്ചതാണ്. അടുത്ത, ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഈസ് ഓൾവേസ് ഫാസ്റ്റർ ഇൻ ഇലക്ട്രിക് സിനാപ്സ് ദാൻ അക്രോസ് എ കെമിക്കൽ സിനാപ്സ്. കെമിക്കൽ സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷനെക്കാട്ടും വളരെയധികം ഫാസ്റ്റ് ആണ് ഇലക്ട്രിക്കൽ സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഫാസ്റ്റ് ആയിട്ടുള്ളത് ഇലക്ട്രിക്കൽ സിനാപ്സിലൂടെയുള്ള ട്രാൻസ്മിഷൻ ആണെന്ന് പറഞ്ഞു. ശരിയാണ്. ഇലക്ട്രിക്കൽ സിനാപ്സസ് ആർ റെയർ ഇൻ അവർ സിസ്റ്റം. നമ്മുടെ സിസ്റ്റം പരിശോധിച്ചാൽ ഇലക്ട്രിക്കൽ സിനാപ്സ് വളരെയധികം റെയർ ആണ്. ഏറ്റവും കൂടുതലുള്ളത് കെമിക്കലാണ് എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 5 സ്റ്റേറ്റ്മെന്റ് ശരിയല്ലയോ? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. കറക്റ്റ് ഓപ്ഷൻ ഏതാ? 1, 2, 3, 4. 1, 3, 4, 5. 1, 2, 4. 1, 2, 3, 4, 5. അപ്പോൾ അത് എല്ലാം ഉള്ളത് ഏതാടാ? ഓപ്ഷൻ ഡി അല്ലയോ? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ദ ന്യൂറൽ മെംബ്രെയിൻ ഡിഫ്യൂഷൻ ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് ഈസ് ഇഫ് അലൗഡ് വുഡ് ഡ്രൈവ്. അതായത് ഒരു ന്യൂറൽ മെംബ്രെയിൻ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്താ അയോണുകളുടെ ഡിഫ്യൂഷൻ നടക്കുമല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അയോണിൻ്റെ ആ ഒരു ഡിഫ്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കേസാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം. പൊട്ടാസ്യം അയോൺ സെല്ലിനകത്തേക്ക് കയറുന്നു, പൊട്ടാസ്യം സോഡിയം പുറത്തേക്ക് പോകുന്നു, സോഡിയം അകത്തേക്ക് കയറുന്നു, സോഡിയം പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇത് ഏത് സമയത്താണ്? റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ദ ന്യൂറൽ മെംബ്രെയിൻ. അതായത് ന്യൂറൽ മെംബ്രെയിൻ റെസ്റ്റിംഗ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഡിഫ്യൂഷൻ ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് ഇഫ് അലൗഡ്. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ അതൊന്ന് ശ്രദ്ധിക്കണേ മക്കളെ. ഇവിടെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ന്യൂറൽ മെംബ്രെയിൻ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അനുസരിച്ച് നമ്മൾ ഡിഫ്യൂഷൻ നടക്കാൻ അനുവദിച്ചാൽ, നോർമലി അല്ല, നമ്മൾ അനുവദിക്കുവാണെങ്കിൽ എന്ത് നടക്കുമെന്നാണ് ഇവിടെ ചോദ്യം. നോർമലി എന്താടാ? ഒന്നുകൂടെ പറയാം. സാധാരണഗതിയിൽ എന്താ? പുറത്ത് സോഡിയത്തിൻ്റെ അളവ് കൂടുതൽ, അകത്ത് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതൽ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൻ്റെ കേസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ അവർ ചോദിച്ചേക്കുന്നത്? ഡിഫ്യൂഷൻ, ഇപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിനനുസരിച്ച് ഡിഫ്യൂഷൻ നടക്കാൻ നമ്മൾ അനുവദിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ ചാൻസ്? അപ്പോൾ കൂടുതൽ എവിടെ ആടാ? പുറത്ത് സോഡിയം അല്ലേ? ഇപ്പോൾ സോഡിയം അകത്തോട്ട് കയറാൻ ശ്രമിക്കും. അതായത് ഇവിടെ പറയുന്നതിൻ്റെ ആൻസർ വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. പൊട്ടാസ്യം അകത്തോട്ട് കയറും. അതല്ല, പൊട്ടാസ്യം പുറത്തില്ലല്ലോ, അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. സോഡിയം പൊട്ടാസ്യം പുറത്തോട്ട് പോകുമോ? സോഡിയം അകത്തില്ലാത്തതുകൊണ്ട് ആ ഓപ്ഷൻ പറയാൻ പറ്റില്ല. സോഡിയം അകത്തോട്ട് കയറും. ശരിയാണ്, പുറത്ത് സോഡിയം കൂടുതലാണ്, സോഡിയം അകത്തോട്ട് കയറാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അതെടുക്കാം. സോഡിയം ആണ് ഔട്ട് ഓഫ് ദ സെൽ. സോഡിയം അകത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും വരത്തില്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ എടുക്കാൻ പറ്റും? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ വെസിക്കിൾസ് ഫൗണ്ട് ഇൻ. ന്യൂറോ ട്രാൻസ്മിറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് സിനാപ്റ്റിക് വെസിക്കിളിനകത്തല്ലേ? അപ്പോൾ അതെവിടെയാണ് കാണപ്പെടുന്നത്? ഡെൻഡ്രോൺസിൻ്റെ ടെർമിനലിലാണോ,
ആക്സോണിലും ഡെൻഡ്രോൺ ടെർമിനലിലും, ആക്സോൺ ടെർമിനലിൽ, സിനാപ്റ്റിക് ക്ലെഫ്റ്റിലും ഡെൻഡ്രോൺ ടെർമിനൽ. നമുക്കറിയാം സിനാപ്റ്റിക് വെസിക്കിൾ കാണപ്പെടുന്നത് എന്താണ്, സിനാപ്റ്റിക് നോബിനകത്താണ്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുമ്പോൾ ആക്സോൺ ടെർമിനലിൽ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ആക്സോൺ ടെർമിനൽ ഓൺലി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ന്യൂറോൺ? ന്യൂറോണുമായി ബന്ധപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി? ന്യൂറോൺ ഈസ് കമ്പോസ്ഡ് ഓഫ് 4 പാർട്സ് കണ്ടെയ്നിങ് സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ടീലോഡെൻഡ്രിയ. നമ്മൾ പഠിച്ചു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഭാഗങ്ങൾ നമ്മുടെ ന്യൂറോണിനുണ്ട്. അതൊക്കെയാണ് ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ എന്നല്ലേ പഠിച്ചത്. അപ്പോൾ ആദ്യത്തത് തെറ്റായിട്ട് പറയാം. 2, നിസിൽസ് ഗ്രാന്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ബോത്ത് സെൽ ബോഡി ആൻഡ് ആക്സോൺ. നിസിൽസ് ഗ്രാന്യൂൾ സെൽ ബോഡിയിലും ആക്സോണിലും ഉണ്ട് എന്നാ പറയുന്നത്. നിസിൽസ് ഗ്രാന്യൂൾ എവിടെ കാണത്തില്ലടാ, ആക്സോണിലില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്നത് തെറ്റാണ്. ഇമ്പൾസ് ആർ ഡിവൈഡഡ് ഇൻറ്റു എ പോളാർ, ബൈ പോളാർ ആൻഡ് മൾട്ടിപോളാർ. ഇമ്പൾസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അടുത്തത്, ഡെൻഡ്രൈറ്റ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടുവേർഡ് ദ ബോഡി വൈൽ ആക്സോൺ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് എവേ ഫ്രം ദ ബോഡി. ഇവിടുത്തെ ബോഡി ഉദ്ദേശിക്കുന്നത് സെൽ ബോഡിയാണ്. ഡെൻഡ്രൈറ്റ് ഇമ്പൾസിനെ സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരും, ആക്സോണ് ഈ ഇമ്പൾസിനെ സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ശരിയല്ലയോ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിപോളാർ ന്യൂറോൺസ് ആർ ഫൗണ്ട് ഇൻ. യൂണിപോളാർ ന്യൂറോണുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഐയുടെ റെറ്റിനയിലാണോ, സെറിബ്രൽ കോർട്ടെക്സിലാണോ, എംബ്രിയോണിക് സ്റ്റേജിലാണോ, ഓൾ ഓഫ് ദീസ് ആണോ? യൂണിപോളാർ ന്യൂറോൺസ് നമുക്ക് കാണാൻ പറ്റുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ് അല്ലേ? നമ്മൾ പഠിച്ച കാര്യമല്ലേ? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെർവ് ഫൈബർ ഗെറ്റ്സ് ഡീപോളറൈസ്ഡ് വെൻ ഇറ്റ് അക്വയേഴ്സ്. നെർവ് ഫൈബർ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ആക്ഷൻ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ അവർക്ക് എന്ത് അയോൺ കിട്ടുന്നതാണ് എന്നുള്ളതാ കേസ്. അല്ലെങ്കിൽ അയോൺ, ഏത് അയോൺ കയറുന്നതാണ്? സോഡിയം അയോൺ സെൻറ്റർ ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ അവിടുത്തെ ചാർജാണ് ഇവിടെ നമ്മൾ പറയേണ്ടത്. പോസിറ്റീവ് ചാർജ് അകത്ത്. പോസിറ്റീവ് ചാർജസ് ഓൺ ഇന്നർ സൈഡ്, പോസിറ്റീവ് ചാർജ് ഓൺ ഔട്ടർ സൈഡ്, നെഗറ്റീവ് ചാർജ് ഓൺ ഇന്നർ സൈഡ്, സോഡിയം ആൻഡ് പൊട്ടാസ്യം ഫ്രം ഔട്ട് സൈഡ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, റെസ്റ്റിംഗ് മെംബ്രെയിൻ അല്ലല്ലോ ചോദിച്ചാൽ, ഡീപോളറൈസ്ഡ് അല്ലേ? അപ്പോൾ എന്ത് വരും? പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവ് ചാർജും വരും. അപ്പോൾ പുറത്ത് നെഗറ്റീവ് വരണ്ടേ, പുറത്ത് പോസിറ്റീവ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് തെറ്റ്. പോസിറ്റീവ് ചാർജ് ഓൺ ദ ഔട്ടർ സൈഡ്, പോസിറ്റീവ് ചാർജ് ഓൺ ദ ഇന്നർ സൈഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? ഒന്നുകൂടെ നോക്കട്ടെ. പോസിറ്റീവ് ചാർജ് ഓൺ ദ ഇന്നർ സൈഡ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? പോസിറ്റീവ് ചാർജ് ഇന്നർ സൈഡ് ശരിയാണ്. അകത്ത് ഇന്നർ സൈഡിൽ നമുക്ക് പോസിറ്റീവ് കിട്ടി. പോസിറ്റീവ് ചാർജസ് ഓൺ ഔട്ടർ സൈഡ്, പുറത്ത് പോസിറ്റീവ് ചാർജ് അല്ല. നെഗറ്റീവ് ചാർജ് ഓൺ ഇന്നർ സൈഡ്, അകത്ത് നെഗറ്റീവ് അല്ല. സോഡിയം ആൻഡ് പൊട്ടാസ്യം ഫ്രം ഔട്ട് സൈഡ്, അതുമല്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് പുറത്ത് ഏത് ചാർജാണ് കിട്ടുന്നത്? പോസിറ്റീവ് ചാർജ് ആണ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിൽ നമുക്ക് കിട്ടുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കുക, എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തത് വായിച്ചു നോക്കിക്കേ. അറ്റ് എ കെമിക്കൽ സിനാപ്സ് ദ മെംബ്രെയിൻസ് ഓഫ് ദ പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ സെപ്പറേറ്റഡ് ബൈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഒരു കെമിക്കൽ സിനാപ്സ് എടുത്താൽ അവിടുത്തെ മെംബ്രെയിനുകൾ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിനുകളും സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന വിടവ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. Statement 2. For the transmission of impulse at synapses, chemicals called neurotransmitters are responsible. Impulse transmission synapse-ലോട് നടക്കണമെങ്കിൽ ന്യൂറോട്രാൻസ്മിറ്റർ, കെമിക്കലായ ന്യൂറോട്രാൻസ്മിറ്ററുകൾ അതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ഇവിടെ ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക, അതായിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. അപ്പോൾ അത് തന്നെയാണ് മക്കളെ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. ബാക്കി എന്തായാലും നോക്കിയേക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ്. 1 കറക്റ്റ്, 2 ഇൻകറക്റ്റ്, 1 ഇൻകറക്റ്റ്, 2 കറക്റ്റ് എന്നല്ലേ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും അവിടെ എന്താണ്? ശരിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കാം. സെൽ ബോഡി വിത്ത് 1 ആക്സോൺ ആൻഡ് 2 or more ഡെൻഡ്രൈറ്റ്. അപ്പോൾ അതേതാണ്? മൾട്ടിപോളാർ ന്യൂറോൺ വരും അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ ആൻസർ എ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ആൻസർ ഏത് വരും? ഇവിടെ 4 വരണം അല്ലേ. എയുടെ ആൻസർ 4. ഇവിടെ നിന്ന് എഴുതിയേക്കാം. എയുടെ ആൻസർ 4. അടുത്ത ബി എന്ന് പറയുമ്പോഴേക്കും അതെന്താ? സെൽ ബോഡി വിത്ത് 1 ആക്സോൺ ആൻഡ് 1 ഡെൻഡ്രൈറ്റ്. ഒരു ആക്സോൺ ഒരു ഡെൻഡ്രൈറ്റും വന്നാൽ അത് ബൈപോളറാണ്. അപ്പോൾ ബിയുടെ ആൻസർ 3 വരും. ബിയുടെ ആൻസർ 3.
അടുത്ത നോക്കി സിയുടെ ആൻസർ കണ്ടുപിടിക്കണം. സെൽ ബോഡി വിത്ത് 1 ആക്സോൺ ഉള്ളൂ, ഒരെണ്ണമേ ഉള്ളെങ്കിൽ അത് ഏതായിരിക്കും? യൂണിപോളർ ആയിരിക്കത്തില്ലയോ? അപ്പോൾ സി 2 വരും. പിന്നെ ഡി 1 അല്ലേ ഉള്ളൂ. ഡി 1 എന്തുവരും ഒന്ന് വായിച്ചേക്കാം. ആക്സോൺ ഫോംസ് നെർവ് ഫൈബേഴ്സ് വിച്ച് ആർ ഓഫ് 2 ടൈപ്സ്, മൈലിനേറ്റഡും നോൺ മൈലിനേറ്റഡും. ഓക്കെ, അപ്പോൾ A4 B3 A4 B3 C2 D1. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയഗ്രാം ഗിവൻ ബിലോ ഇസ് ദ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ABCDE ഈ ഫിഗറിൽ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേടാ മക്കളെ, ബ്രെയിനും സ്പൈനൽ കോഡും വരണമെങ്കിൽ ഇത് ഏതാ? സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് അല്ലേ, CNS എന്ന് കൊടുക്കുന്നു. അടുത്തത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പം പെരിഫറൽ നെർവസ് സിസ്റ്റം PNS ഞാൻ കൊടുത്തു. PNSനകത്ത് 2 ആൾക്കാരാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഓട്ടോണമിക് ന്യൂറോസ് സിസ്റ്റം, സൊമാറ്റിക് ന്യൂറോസ് സിസ്റ്റം. അപ്പോൾ ഞാനിവിടെ ANS എന്ന് കൊടുത്തു. ഓട്ടോണമിക് ന്യൂറോസ് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 എണ്ണം വരുന്നുണ്ട്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. ഓക്കെ, ഞാൻ സിമ്പന്നേ കൊടുക്കുന്നുള്ളേ. സിമ്പത്തറ്റിക് ഇപ്പുറത്ത് പാരാസിമ്പെന്ന് കൊടുത്തേക്കാം. പാരാസിമ്പത്തറ്റിക്. അപ്പോൾ നമുക്ക് A എന്ത് കിട്ടും? CNS. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഇതേ ഉള്ളൂ. A CNS, B PNS, C ANS, D സിമ്പത്തറ്റിക്, E എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് നോക്കിക്കേ. സ്കെലിറ്റൽ മസിൽസ് ആർ കൺട്രോൾഡ് ബൈ. സ്കെലിറ്റൽ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സിമ്പത്തറ്റിക് നെർവ്സ് ആണോ, പാരാസിമ്പത്തറ്റിക് നെർവ്സ് ആണോ, സൊമാറ്റിക് നെർവ്സ് ആണോ, ഓട്ടോണമിക് നെർവ്സ് ആണോ? നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. സ്കെലിറ്റൽ മസിലുമായിട്ട് ബന്ധപ്പെട്ട ആളാരാണ്? സൊമാറ്റിക് നെർവ്സ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാടാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റെഫർ ടു ദ ഗിവൻ ഫിഗർ, ഐഡന്റിഫൈ ദ ലേബിൾഡ് പാർട്ട്. എ എന്ന് പറഞ്ഞ ഭാഗം ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് എന്താ? സെറിബെല്ലം വലിയ കാണിച്ചേക്കുന്നേ, സെറിബെല്ലമാണ്. അപ്പോൾ സെറിബെല്ലം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. മെഡിൽ ഒബ്ലോങ്കേറ്റയാണ് A, B സെറിബെല്ലം, C മിഡ് ബ്രെയിൻ, D പോൺസ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി B സെറിബെല്ലം. അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ A എന്ന് പറയുന്നത് CNS is the site of information processing and control. CNS includes brain and spinal cord. PNS comprises of all the nerves of the body associated with the CNS. The nerve fiber of CNS are of 2 types, afferent and efferent fibers. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. CNS എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസിംഗ് ആൻഡ് കൺട്രോൾ. ശരിയാണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. CNSനകത്ത് ബ്രെയിനും സ്പൈനൽ കോഡ് വരും. ശരിയാണ്. PNSനകത്ത് ഓൾ ദ നെർവ്സ് ഓഫ് ദ ബോഡി അസോസിയേറ്റഡ് വിത്ത് CNS അല്ലേ. PNSനകത്ത് CNSുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നെർവുകളും കാണും. സെൻട്രൽ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ നെർവ്സും, സ്പൈനൽ നെർവും ക്രേനിയൽ നെർവും വരും. അപ്പോൾ ശരിയാണ്. ദ നെർവ് ഫൈബർ ഓഫ് CNSന്റെ നെർവ് ഫൈബർ 2 തരത്തിലുണ്ട്, അഫറന്റ് ആൻഡ് ഇഫറന്റ് നെർവ് ഫൈബർ. CNSന്റെ നെർവ് ഫൈബറുകൾ 2 തരത്തിലുണ്ട്. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അഫറന്റും ഇഫറന്റ്. അങ്ങനെയാണോ? അല്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഇൻകറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് വേണ്ടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതെടുക്കാം മക്കളെ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേ മാറ്റർ ഓഫ് ദ ബ്രെയിൻ ഈസ്. ബ്രെയിനിൻ്റെ ഗ്രേ മാറ്റർ ഏതാണ്? അപ്പോൾ ഇത്രയും വായിച്ച് നോക്കി വെച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, പ്രസന്റ് ഔട്ട്സൈഡ് ദ വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്ററിന് പുറത്തായിട്ട്, വൈറ്റ് മാറ്റർ ഉള്ളിലല്ലേ, അപ്പോൾ ഗ്രേ മാറ്റർ പുറത്താണ്. ശരിയാണ്. അടുത്ത, മാറ്റർ കണ്ടെയ്നിങ് മെഡുലേറ്റഡ് നെർവ് ഫൈബർ. ഗ്രേ മാറ്റർ ഓഫ് ദ ബ്രെയിൻ ഈസ്. ഗ്രേ മാറ്ററിനെ കുറിച്ച് വേണം നമുക്ക് പറയാനായിട്ട് അല്ലേ. അപ്പം മാറ്റർ കണ്ടെയ്ൻ മെഡുലേറ്റഡ് നെർവ് ഫൈബർ, മൈലിൻ ഷീത്ത് ഉള്ള എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അപ്പോൾ മെഡുലേറ്റഡ് നെർവ് ഫൈബർ എന്നല്ലേ പറയാം. അപ്പോൾ തെറ്റാ. അടുത്തത്, ഗ്രേ ഇൻ കളർ. ഗ്രേ മാറ്റർ ഗ്രേ കളറല്ല. മാറ്റർ കണ്ടെയ്ൻ സെൽ ബോഡീസ്. അത് ഇവർക്ക് എന്തോ ഉണ്ടെന്നാണ് പറയണത്? ഇതിനകത്ത് സെൽ ബോഡീസ് അടങ്ങിയിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെ ശരി വരും. 1 വരും, 3 വരും, 4 വരും. 1, 3, 4 ഓപ്ഷൻ. അപ്പോൾ ഏതാ? സി ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. 1, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ, റെഫർ ടു ദ ഗിവൻ ഫിഗർ. ഗിവൻ ഫിഗർ നോക്കുക. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണിച്ചിട്ടുണ്ട്.
അതിൻ്റെ ഫംഗ്ഷനാണ് നോക്കേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തോ അത് മെഡുല്ലയാണ് അല്ലേ. അപ്പോൾ മെഡുല്ലയുടെ ഫംഗ്ഷനാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കാം. കൺട്രോൾസ് urge ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, കൺട്രോൾസ് ലേണിംഗ്, കൺട്രോൾസ് കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസ്, റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. മെഡുല്ല എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് പറയാൻ പറ്റും കൺട്രോൾസ് കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസ് ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരാ? മെഡുല്ലയല്ലേ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. മെഡുല്ല ഒബ്ലോങ്കേറ്റ ഈസ് ദ സെന്റർ ഫോർ. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷനാണ് നമുക്ക് വേണ്ടത്. റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലെക്സ്, ഗ്യാസ്ട്രിക് സെക്രീഷൻ, ഓൾ ഓഫ് ദിസ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഇൻവോളണ്ടറി ഫംഗ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇൻവോളണ്ടറി അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്തെടുക്കാം. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് 1 തൊട്ട് 4 വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കുറച്ച് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ആണ്, അത് ആദ്യം ഫില്ല് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കറക്റ്റായിട്ടുള്ള ഫില്ല് ചെയ്തിരിക്കുന്ന ഏതാണെന്നുള്ളത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. ഓക്കെ. സെറിബ്രം ഈസ് റാപ്ഡ് അറൌണ്ട് ഡാഷ് വിച്ച് ഈസ് മേജർ കോർഡിനേഷൻ സെൻറ്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നൽ. സെറിബ്രം എന്തിനു ചുറ്റിയാണ് കാണുന്നത്? തലാമസിന് ചുറ്റിയല്ലേ. അപ്പോൾ നമുക്കിവിടെ തലാമസ് എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുത്തു? തലാമസ് എന്ന് കൊടുത്തു. അടുത്തത് തെർമോസ്റ്റാറ്റിക് സെൻറ്റർ ഓഫ് ബ്രെയിൻ ലൈസ് ഇൻ. തെർമോസ്റ്റാറ്റിക് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഹൈപ്പോതലാമസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടിൻ്റെ ആൻസർ ഹൈപ്പോതലാമസ് എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത്? 3ാമത്തെ ഓപ്ഷൻ. ബ്ലഡ് പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? 4ാമത്തെ ഹൈപ്പോതലാമസ് ന്യൂറോ സെക്രീറ്റ് ഡാഷ് ആൻഡ് ഡാഷ് ഹോർമോൺ സ്റ്റോർസ് ഇൻ ദ പിറ്റ്യൂട്ടറി. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ബ്ലഡ് പ്രഷർ എവിടെ വെച്ചാൽ റെഗുലേറ്റ് ചെയ്യുന്നത്? ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ ബ്രെയിനിൻ്റെ കാർഡിയോവാസ്കുലർ റിഫ്ലെക്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ലയല്ലേ. അപ്പം മെഡുല്ല എന്ന് എഴുതാം. അല്ല മെഡുല്ല ഒബ്ലോങ്കേറ്റ. പിന്നെ ഏത് വരും? ഹൈപ്പോതലാമസ് ന്യൂറോ സെക്രീറ്ററി സെൽ എന്തുവാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഹോർമോണുകളാണ്. ആൻഡ് ഈ ഹോർമോൺ സ്റ്റോർഡ് ഇൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ ഇവരെന്താ ഈ പറയുന്ന ഹൈപ്പോതലാമിക് ഹോർമോണുകളാണ് അല്ലേ. അപ്പോൾ അവ എന്ത് ചെയ്യും? ഹോർമോൺസ് ആണ്. അവ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്ന് സ്റ്റോർ ചെയ്യും. ഓക്സിറ്റോസിൻ, പിന്നെ ഏതായിരുന്നു നമ്മുടെ ADH, അവയൊക്കെയാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹൈപ്പോതലാമിക് ഹോർമോൺ എന്ന് കൊടുത്താൽ മതി. ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഓക്സിറ്റോസിൻ, ADH തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ഇവയൊക്കെയാണ് ഒരു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഓപ്ഷൻസിൽ ഞാൻ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള ബ്ലാങ്ക്സ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കണം. 1 ഹൈപ്പോതലാമസ് ആണോ? എനിക്ക് തലാമസ് അല്ലേ വന്നത്, അപ്പോൾ തെറ്റാ. അടുത്ത 2 തലാമസ് ആണോ? അല്ല, അപ്പം വേണ്ട. 1 തലാമസ്, 2 ഹൈപ്പോതലാമസ് ശരിയാണ്. 1 സെറിബ്രം, 5 ഹൈപ്പോതലാമിക്. 5 ഹൈപ്പോതലാമിക് ആണ്, 1 സെറിബ്രം. അപ്പോൾ തെറ്റാം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ സി അങ്ങനെയല്ലേ എനിക്ക് കിട്ടി. ഓപ്ഷൻ സിക്കകത്ത് 2 ശരിയുണ്ട്. അപ്പോൾ 2 വന്നത് ഓപ്ഷൻ സിയിലായതുകൊണ്ട് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് കണ്ടുപിടിക്കണ്ടേ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിൻ്റെ ഭാഗം താഴെ നൽകിയിരിക്കുന്നവയിൽ അല്ലാത്തത് ഏതാണ്? ഫോർ ബ്രെയിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത്? സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബെല്ലം. എളുപ്പമാണ്, സെറിബെല്ലമാണ്. ഫോർ ബ്രെയിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെറിബ്രം, തലാമസും ഹൈപ്പോതലാമസും ഫോർ ബ്രെയിൻ്റെ ഭാഗമാണ്. സെറിബെല്ലം എന്ന് പറയുന്നത് ഫോർ ബ്രെയിൻ്റെ ഭാഗമല്ല, ഹൈൻഡ് ബ്രെയിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആക്ട് ആസ് എ സെൻറ്റർ ഫോർ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രെയിൻ്റെ ഏത് പാർട്ടാണ് താഴെ തന്നിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ സെൻറ്റർ? ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോതലാമസും ഗ്യാസ്ട്രിക് സെക്രീഷൻ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ലയാണ്. അങ്ങനല്ലേ പഠിച്ചേ? അപ്പോൾ ഹൈപ്പോതലാമസ് മെഡുല്ല എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോതലാമസും ഗ്യാസ്ട്രിക് സെക്രീഷൻ കൺട്രോൾ ചെയ്യുന്ന മെഡുല്ലയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഹൈപ്പോതലാമസ് മെഡുല്ല വരുന്ന ഓപ്ഷൻ ഡി ആണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്രേനിയൽ ആൻഡ് സ്പൈനൽ നെർവ്സ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ. ക്രേനിയൽ നെർവും സ്പൈനൽ നെർവും ഏത് പാർട്ടിനകത്താണ്, ഏത് ന്യൂറൽ സിസ്റ്റത്തിലാണ് വരുന്നത്? പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിനകത്താണ് വരുന്നത് അല്ലേ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാടാ? ബി ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം, പെരിഫറൽ ന്യൂറൽ സിസ്റ്റം, സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, ക്യൂട്ടേനിയസ് ന്യൂറൽ സിസ്റ്റം ആണ്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ ബി പെരിഫറൽ നെർവസ് സിസ്റ്റം. ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാടാ മക്കളെ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ,
അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. അസേർഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കിക്കേ. കോർപ്പസ് കലോസം ഈസ് പ്രസന്റ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ പിയ ആൻഡ് അരക്കനോഡ് മാറ്റർ. തെറ്റാണ്. കോർപ്പസ് കലോസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അസേർഷൻ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. കോർപ്പസ് കലോസം സർവ്സ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് പ്രഷർ ഇൻസൈഡ് ദ ക്രേനിയം. ക്രേനിയത്തിനകത്ത് കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനാണോ കോർപ്പസ് കലോസം? അത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇവരല്ല, കോർപ്പസ് കലോസം അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും അസേർഷൻ സ്റ്റേറ്റ്മെന്റ് റീസൺ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. അസേർഷൻ ആൻഡ് റീസൺ ആർ ഇൻകറക്റ്റ്. അത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. സോ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത നോക്കിക്കേ. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് മെനിഞ്ചസ് ഫ്രം ഇന്നർ ടു ഔട്ടർ സൈഡ്. അകത്തുനിന്ന് പുറത്തേക്ക്. അപ്പോൾ അതായത് മെനിഞ്ചസിന് 3 ലെയർ ഉണ്ട്. അത് അകത്തുനിന്ന് പുറത്തേക്ക് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മെനിഞ്ചസിൻ്റെ ലെയർ ഞാനൊന്ന് എഴുതാം. മെനിഞ്ചസിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? ഔട്ടർ ഡ്യൂറാമാറ്റർ, മിഡിൽ അരക്നോയിഡ്, അടുത്തത് ഇന്നർ അരക്നോയിഡ് ഉണ്ട്, ഇന്നർ ഏതായിരുന്നു? പയാമാറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇന്നർ ടു ഔട്ട് സൈഡ്. അപ്പം പയാമാറ്റർ, അരക്കനോയിഡ്, ഡ്യൂറാമാറ്റർ. ഇതാണ് ഇവിടുത്തെ ആൻസർ വരേണ്ടത്. അപ്പോൾ ഏത് വരും ഇവിടെ മക്കളെ? ആൻസർ ഓപ്ഷൻ സി വരും അല്ലേ? പയാമാറ്റർ, അരക്കനോയിഡ് മെംബ്രെയിൻ, ഡ്യൂറാമാറ്റർ. അപ്പം അങ്ങനെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈപ്പോതലാമസ് കൺട്രോൾസ്. താഴത്തെ എനിക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് ഹൈപ്പോതലാമസ് എന്തൊക്കെ കൺട്രോൾ ചെയ്യും അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ. അർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ശരിയാണ്. അതായത് ഈറ്റിംഗ് ഡ്രിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു തോന്നൽ നമുക്ക് തരുന്ന ആരാ? ഹൈപ്പോതലാമസ് ആണ്. തെർമോ റെഗുലേഷൻ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ആരാ? ഹൈപ്പോതലാമസ് ആണ് അല്ലേ? ഹോർമോൺ പ്രൊഡക്ഷൻ ദാറ്റ് റെഗുലേറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഹൈപ്പോതലാമസ് തരത്തില്ലയോ? ഹൈപ്പോതലാമിക് ഹോർമോൺ. ശരിയാണ്. ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് കോൺഷ്യസ്നസ് അത് ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ അല്ല. അപ്പോൾ 1, 2, 3 കൺട്രോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയാം. 1, 2, 3. അപ്പം അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. അതേത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ ലിംബിക് സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബ്രെയിൻ കംപ്രൈസസ് ഓഫ്. ഹ്യൂമൻ ബ്രെയിനിൽ കാണപ്പെടുന്ന ലിംബിക് സിസ്റ്റം അഥവാ ലിംബിക് ലോബിൽ എന്തൊക്കെയുണ്ട്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. തലാമസ്, ഹൈപ്പോതലാമസ്, മൈലൻസെഫലോൺ, ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല. ഹൈപ്പോതലാമസ് വേർണിക്സ് ഏരിയ, മാമറി ബോഡി. തലാമസ്, അമിഗ്ഡാല, ബേസൽ ന്യൂക്ലിയൈ. നമുക്കറിയാം ലിംബിക് സിസ്റ്റത്തിനകത്ത് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഹിപ്പോകാമ്പസും അമിഗ്ഡാലയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്തെടുക്കാം. ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ട് ഓഫ് ബ്രെയിൻ ഹാസ് ന്യൂറോ സെക്രീറ്ററി സെൽസ് ദാറ്റ് സെക്രീറ്റ് ന്യൂറോ ഹോർമോൺ. ദിസ് പാർട്ട്. ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്? ന്യൂറോ സെക്രീറ്ററി സെല്ലുകളുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാൻ കഴിവുള്ള ബ്രെയിൻ്റെ ഭാഗം. അത് ആരാടാ? ഹൈപ്പോതലാമസ് അല്ലയോ? സെറിബെല്ലം, ഹൈപ്പോതലാമസ്, സെറിബ്രം, മെഡുല്ല. ഏതാ? ഹൈപ്പോതലാമസ്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത നോക്കിക്കേ. ബാൻഡ് ഓഫ് നെർവ് ഫൈബേഴ്സ് കണക്ടിങ് 2 സെറിബ്രൽ ഹെമിസ്ഫിയർ ഈസ് നോൺ ആസ്. സെറിബ്രൽ ഹെമിസ്ഫിയർ 2 ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ഇതിനെ കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബറിന്റെ ബാൻഡ്, അതിനെ നമ്മൾ എന്താ വിളിക്കുക? കോർപ്പസ് കാലോസം, കോർപ്പസ് ല്യൂട്ടിയം, കോർപ്പോറ അല്ലേറ്റ, കോർപ്പസ് സ്പോഞ്ചിയോസം. ഏതാടാ? കോർപ്പസ് കാലോസം ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രെയിൻ സ്റ്റെം ഫോംസ് കണക്ഷൻ ബിറ്റ്വീൻ. ബ്രെയിൻ സ്റ്റെം നമ്മൾ ഏറ്റവും അവസാനം പഠിച്ച ഭാഗമാണ് അല്ലേ? അപ്പോൾ ബ്രെയിൻ സ്റ്റെം ആരൊക്കെ തമ്മിലുള്ള കണക്ഷനാണ്? ബ്രെയിനും സ്പൈനൽ കോഡും മിഡിൽ ഇയറും, ഫോർ ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും, മിഡ് ബ്രെയിനും, കോർപ്പോറെ കോർഡിജമിനെയും. ഏതൊക്കെയാ? ബ്രെയിനും സ്പൈനൽ കോഡും തമ്മിലുള്ള കണക്ഷനാണ് ഏതെന്ന് പറയുന്നത്? ആക്ച്വലി ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റിഫ്ലെക്സ് ആർക്ക് ഇൻ ദ നെർവസ് സിസ്റ്റം മീൻസ്. നെർവസ് സിസ്റ്റത്തിനകത്ത് റിഫ്ലെക്സ് ആർക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ ലെക്ചറിൻ്റെ അവസാനത്തെ ലെക്ചറിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എ ഫങ്ഷണൽ യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ റിസപ്റ്റർ ന്യൂറൽ പാത്വേ ആൻഡ് എൻ ഇഫക്റ്റർ ന്യൂറോൺ. പെരിഫറൽ നെർവ്സും സ്പൈനൽ കോഡും ബ്രെയിനും വരും. എ ഹോമിയോസ്റ്റാറ്റിക് സിസ്റ്റം ഓഫ് സെൻസറി നെർവ്, സിനാപ്സ്, മോട്ടോർ നെർവ്.
and an inherited behavior pattern that functions through a certain neural pathway. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ റിഫ്ലെക്സ് ആർക്ക് പഠിപ്പിച്ചപ്പോൾ അവിടെ ഉറപ്പായിട്ടും എന്താണ്, ആ സ്റ്റിമുലസിനെ സ്വീകരിക്കാൻ ഒരു റിസപ്റ്റർ ഉണ്ട്, അത് മേടിച്ചുകൊണ്ട് പോകാൻ ഒരു അഫറൻറ്റ് ന്യൂറോൺ ഉണ്ട്, അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തും. അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു മെസ്സേജിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ഇഫറൻറ്റ് ന്യൂറോൺ ഉണ്ട്, അത് കൊണ്ടുവന്ന് ഇഫക്റ്റർ മസിലിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു പാത്വേ അല്ലേ നമ്മൾ പഠിച്ചേ. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ അങ്ങനെ വരുന്ന ഒരു ആൻസർ ഇതിൽ ഏതേ ഉള്ളൂ, ഓപ്ഷൻ എ അല്ലേ ഉള്ളൂ. ഇറ്റ് ഇസ് എ ഫങ്ഷണൽ യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ റിസപ്റ്റർ, ന്യൂറൽ പാത്വേ ആൻഡ് ആൻ ഇഫക്റ്റർ ന്യൂറോൺ. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം മക്കളെ? ഓപ്ഷൻ എ സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്തേച്ച് നമുക്ക് എന്താണ് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വരാമേ. അപ്പോൾ നമുക്ക് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്ന് നോക്കാം. ഡാഷ് റിസീവ് സിഗ്നൽ ഫ്രം സെൻസറി ഓർഗൻ and transmit the impulse via dorsal nerve root in the central nervous system, while the dash carries signal from dash to the dash. അപ്പോൾ ഇത് നമ്മുടെ റിഫ്ലെക്സ് ആർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, സിഗ്നലിനെ റിസീവ് ചെയ്യുന്ന സെൻസറി ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട് സിഗ്നലിനെ റിസീവ് ചെയ്യുന്ന ആൾ, അത് റിസപ്റ്ററാണ്. റിസപ്റ്റർ ഫോർ സെൻസറി ഓർഗൻ എന്നുള്ള അത് ഇമ്പൾസ് കൊണ്ടുപോകേണ്ട ആളല്ലേ. അപ്പോൾ കൊണ്ടുപോകുന്ന ആളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ. അപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്ന ആളാരായിരിക്കും? ഇവിടെ അഫറൻറ്റ് ന്യൂറോൺ ആയിരിക്കില്ലേ. അപ്പോൾ ഇവിടെ ഏത് വരും? അഫറൻറ്റ് ന്യൂറോൺ വരും. എ നമുക്ക് അഫറൻറ്റ് ന്യൂറോൺ എന്ന് എടുക്കാം. എന്നിട്ടത് എവിടെ എത്തി? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെത്തി. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് തിരിച്ച് ന്യൂറോൺ വരണമല്ലോ, അത് ഏതായിരിക്കും? ഇഫറൻറ്റ് ന്യൂറോൺ ആയിരിക്കും സിഗ്നലിലേക്ക് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇഫറൻറ്റ് ന്യൂറോൺ എന്ന് കൊടുക്കാം. അവരിത് എങ്ങോട്ടേക്കാണ് കൊണ്ട് കൊടുക്കുന്നതെന്ന് നോക്കിക്കേ. ഇങ്ങോട്ടേക്കാണ് കൊണ്ട് കൊടുക്കുന്നില്ല, ആരിൽ നിന്നാണ് ഇഫറൻറ്റ് ന്യൂറോൺ ഇമ്പൾസ് മേടിക്കുന്നത്? CNS നിന്ന്. അപ്പോൾ CNS ഇത് മേടിച്ചിട്ട് ഇത് ഇഫക്റ്റർ മസിലോട്ടല്ലേ കൊടുക്കുക. അപ്പോൾ ഇഫക്റ്ററിനാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും മക്കളെ, അഫറൻറ്റ് ന്യൂറോൺ, ഇഫറൻറ്റ് ന്യൂറോൺ, CNS, ഇഫക്റ്റർ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. എ അഫറൻറ്റ് ന്യൂറോൺ, അപ്പോൾ ഇത് വരത്തില്ല, ഇതും വരത്തില്ല. എ അഫറൻറ്റ് ന്യൂറോൺ, ബി ഇഫറൻറ്റ് ന്യൂറോൺ, ഓക്കെ, CNS, അപ്പം ബി വരില്ല. ആൻസർ ഏത് കിട്ടി? സി വരും. അഫറൻറ്റ് ന്യൂറോൺ, ഇഫറൻറ്റ് ന്യൂറോൺ, CNS, ഇഫക്റ്റ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ, പാത്ത് ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ഷൻ്റെ പാത്ത് റിസപ്റ്ററിൽ നിന്നും ബ്രെയിൻ, ബ്രെയിനിൽ നിന്ന് മസിൽ, റിസപ്റ്ററിൽ നിന്ന് സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡിൽ നിന്ന് മസിൽ, മസിൽ നിന്ന് റിസപ്റ്റർ, റിസപ്റ്ററിൽ നിന്നും ബ്രെയിൻ, മസിൽ നിന്ന് സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡിൽ നിന്ന് മസിൽ. ചിന്തിക്കുക, റിസപ്റ്ററാണ് സ്വീകരിക്കുന്നത്, അത് സ്പൈനൽ കോഡ് വഴിയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്, എന്നിട്ട് അവിടെ നിന്നും അത് എവിടെ വരും? നമ്മുടെ മസിൽ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. അടുത്ത ക്വസ്റ്റ്യൻ, ബൈപോളാർ ന്യൂറോൺസ് ഹാവ്. ബൈപോളാർ ന്യൂറോൺസിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്നുള്ള കേസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബൈപോളാർ ന്യൂറോൺസ് എന്ന് പറയുമ്പോഴത്തേനും അതിന് ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ നോക്കിക്കോ, ഓപ്ഷൻ എ എന്താ? 1 ആക്സോൺ ആൻഡ് 1 ഡെൻഡ്രൈറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ 2 ഡെൻഡ്രൈറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ 1 ആക്സോണും 2 അതിൽ കൂടുതലോ ഡെൻഡ്രൈറ്റുകൾ. മൂന്നാമത്തെ ഓപ്ഷൻ സെൽ ബോഡി വിത്ത് 1 ആക്സോൺ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ബൈപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോഴത്തേനും 1 ആക്സോണും 1 ഡെൻഡ്രൈറ്റും അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, number of ions transported by sodium potassium pump across resting membrane. അതായത് സോഡിയം പൊട്ടാസ്യം പമ്പ് റെസ്റ്റിംഗ് മെംബ്രെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്? അയോണുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എത്രയാണ്? ഓക്കെ, അത് 3ഉം 2ഉം വെച്ച് വരും. 3 സോഡിയം അയൺസും 2 പൊട്ടാസ്യം അയൺസും ആണ്. അത് എങ്ങനെയാണെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്, ഔട്ട്വേർഡ് ഇൻവേർഡ് അങ്ങനെയാണോ എന്നുള്ള രീതികളും കൂടെ നിങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് നോക്കാം. 3 sodium ions into the cell and 2 potassium ions outside the cell. 3 sodium ions outwards and 2 potassium ions into the cell. അടുത്തത് 2 potassium ions outwards for 3 sodium ions into the cell. 3 potassium ions outwards for 2 sodium ions into the cell. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് 3 സോഡിയം അയോൺസിനെ പുറത്തേക്കും 2 പൊട്ടാസ്യം അയൺസിനെ അകത്തേക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏത് വരും? ബി ഓപ്ഷൻ വരും അല്ലേ. അപ്പോൾ 3 സോഡിയം അയോൺസ് ഔട്ട്വേർഡ്സ് ആൻഡ് 2 പൊട്ടാസ്യം അയോൺസ് ഇൻടു ദ സെൽ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്ന ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി ആണ്. ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. അടുത്തത്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ലേബിളിംഗ് ഫോർ ഗിവൺ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണ്ടേ? നമ്മൾ ആദ്യം ഇതിനൊന്ന് ലേബിൾ ചെയ്യണം. എന്നേച്ച് നമുക്ക് ഈ ആൻസറിലോട്ട് പോകുന്ന ഓപ്ഷനിലോട്ട് പോകുന്നതാണ് ബെറ്റർ. നമുക്കിതൊന്ന് ലേബിൾ ചെയ്യാം മക്കളെ. ഈ തന്നിരിക്കുന്നത് എന്താണ്? ആദ്യം എ തന്നിരിക്കുന്നത് എന്താ? നിങ്ങൾ തന്നെ പറ. ഡെൻഡ്രൈറ്റുകളല്ലേ? ഡെൻഡ്രൈറ്റ്സ് ആണ്. ബി എന്താണ് തന്നേക്കുന്നത്? ബി എന്ന് പറയുമ്പോഴത്തേനും
നമുക്ക് തന്നേക്കുന്നത് നെർവിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സെൽ ബോഡിയാണ്. സെൽ ബോഡി എന്ന് പറയുമ്പോൾ സൈറ്റോൺ അല്ലേ, സൈറ്റോണാണ് നൽകിയിരിക്കുന്നത്. അടുത്തത് സി നൽകിയിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് തന്നേക്കുന്നത്? ഷ്വാൻ സെൽ അല്ലേ അത്? അതെ, ഷ്വാൻ സെല്ലാണ് നൽകിയിരിക്കുന്നത്, ഷ്വാൻ സെൽ. അടുത്തത് ഡി മൈലിൻ ഷീത്താണ്. മൈലിൻ ഷീത്ത് അല്ലത് അല്ലേ, മൈലിൻ ഷീത്തിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് ആക്സോൺ ആയിരിക്കും. ആക്സോണാണ്, ആ ട്യൂബല്ലേ തന്നേക്കുന്നത്, അപ്പോൾ അത് ആക്സോണാണ്. ഈ എന്താണ്? ഈ സിനാപ്റ്റിക് നോബ് വരും അല്ലേ, ഉരുണ്ടിരിക്കുന്ന ഭാഗമല്ലേ, അപ്പോൾ സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബ്. അപ്പോൾ നമുക്ക് എന്തായാലും ആൻസർ എങ്ങനെ കിട്ടുമോ നോക്കാം. എ ഡെൻഡ്രൈറ്റ്. അപ്പോൾ എ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ രണ്ടെണ്ണേ ഉള്ളൂ, അപ്പോൾ ഇതും വരത്തില്ല ഇതും വരത്തില്ല, ഡെൻഡ്രൈറ്റ്. ബി എനിക്ക് സൈറ്റോൺ വന്നു, സി ഷ്വാൻസെല്ല് വന്നു, ഡി ആക്സോൺ വന്നു, ഇ സിനാപ്റ്റിക് നോബ് വന്നു. സോ നമ്മുടെ ആൻസർ ഏത് വരും ഇവിടെ മക്കളെ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ 5 events in the transmission of nerve impulse across the synapse are given below. അതായത് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 5 ഇവൻറ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമാർന്ന എന്താണ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യണം, അതിനെ അറേഞ്ച് ചെയ്യുക, അത് ആ സ്റ്റെപ്പുകൾ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. Opening of specific ion channels allows the entry of ions. A new action potential is generated in the postsynaptic neuron. Neurotransmitter bind to the receptor on postsynaptic membrane. Synaptic vesicle fuses with the presynaptic membrane. Neurotransmitter releases into synaptic cleft. Depolarization of presynaptic membrane. Arrival of action potential at the axon terminal. അപ്പോൾ ഇവിടെ എന്തായാലും ഇങ്ങനെ സിനാപ്സിലൂടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ ആക്സോണിൻ്റെ അറ്റത്ത് ഉറപ്പായിട്ടും ആ ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നെത്തണം. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ആയിരിക്കും ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ സിനാപ്റ്റിക് മെംബ്രെയിനിൽ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നാൽ ഉറപ്പായിട്ടും സിനാപ്റ്റിക് മെംബ്രെയിൻ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ ഡീപോളറൈസേഷൻ നടക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഡീപോളറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്തിരിക്കുന്ന സിനാപ്റ്റിക് വെസിക്കിൾ ഫ്യൂസ് ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ അതായിരിക്കണം മൂന്നാമത്തെ സ്റ്റെപ്പ്. ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്താൽ ഉറപ്പായിട്ട് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് ഇത് വരും, അഞ്ചാമത്തെ സ്റ്റെപ്പ് എ വരും. അപ്പോൾ എങ്ങനെ വരും ഇവിടെ? EDCBA. അപ്പോൾ അതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ എ വരും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വെയർ എ സ്റ്റാൻഡ്സ് ഫോർ ആക്സോൺ. ആക്സോണുമായി ബന്ധപ്പെട്ട ലെറ്റർ ആണ് എ. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് സൂചിപ്പിക്കാൻ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു? ഡി. എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സിനാപ്സിനെ സൂചിപ്പിക്കുന്നു, സിനാപ്സ്. സെൽ ബോഡിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ലെറ്റർ യൂസ് ചെയ്യാണ്? CB. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസപ്റ്റർ സ്ട്രക്ചേഴ്സ് ബിറ്റ്വീൻ എ റിസപ്റ്റർ ആൻഡ് ഇഫറൻറ്റ്. അപ്പോൾ റിസപ്റ്ററിനും ഇഫറൻറ്റിനും ഇടയിൽ ടിപ്പിക്കൽ സീക്വൻസ് ഓഫ് സ്ട്രക്ചേഴ്സ് ബിറ്റ്വീൻ എ റിസപ്റ്റർ ആൻഡ് ആൻ ഇഫറൻറ്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമാർന്ന രീതിയിൽ നമുക്കിതിനെ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വീകരിക്കുന്നവരും പോകുന്നവരും എന്നുള്ള രീതിയിൽ നമ്മളിതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിനെ കൃത്യമായിട്ടും ഇതിനെ റിസീവ് ചെയ്യുന്ന ആളാരാ? ഇമ്പൾസിന് റിസീവ് ചെയ്യുന്ന ആളാരാ? ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്യുന്നു. അത് ആർക്ക് കൊടുക്കും? സെൽ ബോഡിക്ക് കൊടുക്കും. സെൽ ബോഡി അത് ആർക്ക് കൊടുക്കുകയാണ്? ആക്സോണിന് കൊടുക്കുകയാണ്. ഈ ആക്സോൺ അത് ആർക്ക് കൊടുക്കും? ഒരു സിനാപ്സിന് കൊടുക്കും അല്ലേ. പിന്നെ ഈ സിനാപ്സ് തൊട്ടടുത്തിരിക്കുന്ന ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിന് കൊടുക്കും. ഡെൻഡ്രൈറ്റ് പിന്നെ അത് ആ ഡെൻഡ്രൈറ്റ് അതിൻ്റെ തന്നെ സെൽ ബോഡിക്ക് കൊടുക്കും. ആ സെൽ ബോഡി അതിൻ്റെ തന്നെ ആക്സോൺ കൊടുക്കും. ഇങ്ങനെയല്ലേ പോവുക? അപ്പോൾ ഡെൻഡ്രൈറ്റ് ടു അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് എന്നുള്ള രീതിയിൽ അല്ല, ഒരു ഡെൻഡ്രൈറ്റ് ഇതിനെ സ്വീകരിക്കുന്നു, സിനാപ്സ് കൂടി അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ഇത് വാങ്ങിക്കുന്നു. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ, ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, സിനാപ്സ്, ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, അങ്ങനെ പോകും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏത് വരും മക്കളെ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ ഇൻകറക്റ്റ് വൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, അതിനകത്തുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇൻകറക്റ്റ് ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്കതൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം. സിനാപ്റ്റിക് വെസിക്കിൾസ് പ്രസൻറ്റ് ഇൻ സിനാപ്റ്റിക് നോബ് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അത് സിനാപ്റ്റിക് വെസിക്കിൾ കാണപ്പെടുന്നത് സിനാപ്റ്റിക് നോബിനകത്താണ്. ഈ സിനാപ്റ്റിക് വെസിക്കിളിനകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളത്. ശരിയാണ്. ഇലക്ട്രിക്കൽ സിനാപ്സ് ആർ റെയർ നേച്ചർ. ശരിയാണ്. പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ അലോങ് വിത്ത് സിനാപ്റ്റിക് ലെഫ്റ്റ് ഫോം ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. തെറ്റാ.
ന്യൂറോമസ്കുലർ ജംഗ്ഷൻ അല്ലല്ലോ അത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാ? മൂന്നാമത്തെ ഓപ്ഷനാണ്. അപ്പം 3 only. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ ഡി 3 only. അടുത്തത് അസേർഷൻ റീസൺ വായിച്ച് നോക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കുക. അസേർഷൻ സ്റ്റേറ്റ്മെന്റ് എന്താ? ഷ്വാൻ സെൽസ് ആർ പ്രസന്റ് ഇൻ മൈലിനേറ്റഡ് ആൻഡ് അൺമൈലിനേറ്റഡ് ആക്സോൺ. ശരിയാണ്. മൈലിനേറ്റഡ് ആക്സോൺ എടുത്താലും അൺമൈലിനേറ്റഡ് ആക്സോൺ എടുത്താലും ഷ്വാൻ സെല്ലുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ശരിയല്ലേ? ആണ്. റീസൺ ഷ്വാൻ സെൽ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ഫ്രം ഡെൻഡ്രൈറ്റ് ടു ആക്സോൺ. ഷ്വാൻ സെല്ലുകളാണ് ഇൻഫർമേഷനെ ഡെൻഡ്രൈറ്റിൽ നിന്നും ആക്സോണിലേക്ക് കൊണ്ടുപോകുന്ന ഷ്വാൻ സെല്ലാണോ? അല്ല, അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ അസേർഷൻ ശരിയാണ്, റീസൺ സ്റ്റേറ്റ്മെന്റ് എന്താ ഇവിടെ? തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനല്ലേ എടുക്കാൻ പറ്റുമോ? അത് ഏതാ? ഓപ്ഷൻ സി. അസേർഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നോഡ് ഓഫ് റാൻവർ ഇസ് ഫൗണ്ട് ഇൻ. നോഡ് ഓഫ് റാൻവർ എവിടെയാണ് കാണുന്നത്? മസിൽ ബണ്ടിൽ, ഡെൻഡ്രൈറ്റ്, ആക്സോണിൽ, റൈറ്റ് ഓറിക്കിൾ. നോഡ് ഓഫ് റാൻവർ നമുക്ക് എവിടെയാണ് മക്കളെ കാണാൻ പറ്റുന്നത്? ഒരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്സോണിലല്ലേ? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ചെയ്യുക, എന്നിട്ട് കറക്റ്റായിട്ട് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നോക്കാം നമുക്ക്. സിനാപ്റ്റിക് വെസിക്കിൾ. സിനാപ്റ്റിക് വെസിക്കിളിനകത്ത് എന്തിരിപ്പുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ? അപ്പോൾ A3. ബിയുടെ ആൻസർ എന്താ? ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. അതിന് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്നല്ലേ നമ്മൾ വിളിക്കുക? എന്താ വിളിക്കുക? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ അവിടുത്തെ ആൻസർ B1. സി എന്താ? സ്പൈനൽ ആൻഡ് ക്രേനിയൽ നെർവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം മൈലിനേറ്റഡ് ആൻഡ് നെർവ് ഫൈബേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് 2. ഗ്രാനുലാർ ബോഡീസ് ഫൗണ്ട് ഇൻ സെൽ ബോഡി ഓഫ് എ ന്യൂറോൺ. അതിനെ വിളിക്കുന്ന പേര് നിസിൽസ് ബോഡി. അപ്പോൾ ഡിയുടെ ആൻസർ 4. അപ്പോൾ എങ്ങനെ വരും? A3, B1, C2, D4. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഒന്നാമത്തത്, ഡെൻഡ്രൈറ്റ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടുവേർഡ്സ് ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റുകൾ എന്ത് ചെയ്യാണ്? ഇമ്പൾസിനെ സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നു. ശരി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത്, ബൈപോളാർ ന്യൂറോൺസ് ആർ ഫൗണ്ട് ഇൻ കോർണിയ ഓഫ് ഐസ്. ഐസിന്റെ കോർണിയയിലാണ് ബൈപോളാർ ന്യൂറോൺ. തെറ്റാണ് അല്ലേ? അത് റെറ്റിനയിലല്ലേ പറയാം, അപ്പോൾ തെറ്റാ. മൾട്ടിപോളാർ ന്യൂറോൺ ആർ ഫൗണ്ട് ഇൻ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിൽ നമുക്ക് മൾട്ടിപോളാർ ന്യൂറോൺ കാണാം. ശരി. ആക്സോൺസ് ആർ ഷോർട്ട് ഫൈബേഴ്സ് കണ്ടെയ്ൻ നിസിൽസ് ഗ്രാനുൾസ്. ആക്സോൺസ് പറഞ്ഞാൽ ലോങ് ഫൈബർ ആണ്, വിത്തൗട്ട് നിസിൽസ് ഗ്രാനുൾസ് ആണ്. അപ്പോൾ അങ്ങനെ വരേണ്ടത്, പക്ഷേ ഇവിടെ ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ തെറ്റാ. അപ്പോൾ തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റുകൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ വരും? 2 4. അപ്പോൾ 2 and 4 only എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് ബൈ സെലക്ടിങ് ദ ഓപ്ഷൻ ദാറ്റ് ഗിവ്സ് കറക്റ്റ് സീക്വൻസ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമ്മൾ അത് ഫില്ല് ചെയ്യണം, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. പിന്നെ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ് അറ്റ് എ സൈറ്റ് ഓൺ ദ പോളറൈസ്ഡ് മെംബ്രെയിൻ. ഒരു പോളറൈസ്ഡ് മെംബ്രെയിനകത്തേക്ക് നമ്മൾ സ്റ്റിമുലസ് കൊടുത്താൽ ദ മെംബ്രെയിൻ അറ്റ് ദാറ്റ് സൈറ്റ് ബിക്കംസ് ഫ്രീലി പെർമിബിൾ ടു ഏത് അയോണാ? അതായത് പോളറൈസ്ഡ് ആയിട്ടിരിക്കുന്ന റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഇരിക്കുന്നതിനകത്തേക്ക് ഒരു സ്റ്റിമുലസ് വന്നാൽ ഏത് അയോൺ അകത്തേക്ക് കയറും? സോഡിയം അയോണാണ് അകത്തേക്ക് കയറുക. അപ്പോൾ ഇവിടെ സോഡിയം അയോൺസ് എന്ന് എഴുതുക. സോഡിയം അയോൺസ്. ഓക്കെ. ഇറ്റ് കോസസ് റാപ്പിഡ് ഇൻഫ്ലക്സ് ഓഫ് സോഡിയം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തകത്തേക്ക് കയറും? സോഡിയം അയൺസിന് പോളറൈസ് പെർമിബിൾ ആയാൽ ഉറപ്പായിട്ട് സോഡിയം അയൺസ് അകത്തേക്ക് കയറും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അത് ഏത് സ്റ്റേറ്റിലോട്ട് പോകും? മെംബ്രെയിൻ പോളറൈസിൽ ഇരുന്ന ആൾ എങ്ങോട്ടേക്ക് പോകും? ഡീപോളറൈസേഷൻ സ്റ്റേറ്റിലേക്ക് പോകും. ഡീപോളറൈസേഷൻ. അപ്പോൾ ആൻസർ എങ്ങനെ വരും മക്കളെ? ആൻസർ എങ്ങനെ വരും? സോഡിയം ഡീപോളറൈസേഷൻ. അതേതേ ഉള്ളൂ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോഡിയം ഡീപോളറൈസേഷൻ വരുന്ന ഓപ്ഷൻ ഡിയിലല്ലേ, അതുകൊണ്ട് അങ്ങനെ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂറോൺസ് റിസീവ് സിഗ്നൽസ് ത്രൂ ദെയർ ഡാഷ് ആൻഡ് സെൻഡ് സിഗ്നൽസ് ടു അതർ ന്യൂറോൺസ് ത്രൂ ദെയർ ഡാഷ്. അപ്പോൾ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ന്യൂറോൺസ് എന്ത് ചെയ്യുകയാണ്? സിഗ്നൽസിനെ സ്വീകരിക്കുന്നു. എന്തുപയോഗിച്ചാണ് അവർ സ്വീകരിക്കുന്നത്? ഏത് പാർട്ട് ഉപയോഗിച്ചാണ് സ്വീകരിക്കുന്നത്? അവർ ഡെൻഡ്രൈറ്റ് ഉപയോഗിച്ചാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡാഷിനകത്ത് ഡെൻഡ്രൈറ്റ്സ് കൊടുക്കാം. എന്നിട്ട് ഈ സിഗ്നൽ അവർ അടുത്ത ന്യൂറോൺസിലേക്ക് കൊടുക്കുകയാണ്. എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ് കൊടുക്കുന്നത്? അവരുടെ ആക്സോണിൻ്റെ സഹായത്തോടു കൂടിയല്ലേ കൊടുക്കുക. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ഡെൻഡ്രൈറ്റ്സും ആക്സോൺസും എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺസ്. ഓക്കെ. അപ്പോൾ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെന്റ് 1 and 2 വായിച്ച് നോക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് 1 നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? ഇമ്പൾസ് ട്രാൻസ്മിഷൻ അക്രോസ് ദ കെമിക്കൽ സിനാപ്സ് ഇസ് ഫാസ്റ്റർ ദാൻ ഇലക്ട്രിക്കൽ സിനാപ്സ്. കെമിക്കൽ സിനാപ്സിലൂടെ ഉള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിനാപ്സിനെക്കാട്ടിലും ഫാസ്റ്റർ ആണ്. തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, കെമിക്കൽ സിനാപ്സ് ഇൻവോൾവ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. കെമിക്കൽ സിനാപ്സിനകത്ത് എന്തുകൊണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ വരും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി എന്നുള്ളത് എടുക്കണം.
അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മൾട്ടിപോളാർ നെർവ് സെൽസ് ആർ പ്രസന്റ് ഇൻ. മൾട്ടിപോളാർ നെർവ് സെല്ലുകൾ എവിടെ കാണാം? കോക്ലിയ, ഡോർസൽ റൂട്ട് ഓഫ് ഗാംഗ്ലിയ ഓഫ് സ്പൈനൽ കോഡ്, റെറ്റിന ഓഫ് ഐ, ബ്രെയിൻ. നമ്മുടെ സെർബ്രത്തിലല്ലേ ഇവിടെ കാണുന്നത്, സെർബ്രൽ കോർട്ടെക്സ്, അതുകൊണ്ട് ബ്രെയിൻ എടുക്കാം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി വരും. അടുത്ത ക്വസ്റ്റ്യൻ, അൺമൈലിനേറ്റഡ് ന്യൂറോൺസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ. അൺമൈലിനേറ്റഡ് ന്യൂറോണുകൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? സ്പൈനൽ നെർവ്സ് ഒള്ളി, ക്രേനിയൽ നെർവ്സ് ഒള്ളി, ഓട്ടോണമിക് നെർവ്സ് ഒള്ളി, ഓട്ടോണമിക് ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. എവിടെ കാണാൻ പറ്റും? ഓട്ടോണമിക് ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം രണ്ടിടത്തും കാണാൻ പറ്റും അൺമൈലിനേറ്റഡ് ന്യൂറോൺസ്. ഓട്ടോണമിക്കിലും കാണാം, സൊമാറ്റിക്കിലും കാണാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെടുക്കാം? ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത്, സിനാപ്സ് ഇസ് എ ന്യൂറോ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് മാച്ച് കണ്ടുപിടിക്കുക. സിനാപ്സിൻ്റെ ഡെഫിനിഷൻ തന്നു, അതിന് കറക്റ്റ് മാച്ച്, ആ ടേബിൾ നോക്കി കറക്റ്റ് മാച്ച് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഓക്കെ, വാല്യൂ ഓഫ് റെസ്റ്റിംഗ് മെമ്പറിൻ പൊട്ടൻഷ്യൽ എത്ര? -70 mV. ശരിയാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കോളിൻ, ഗാബ ഒക്കെ തുടങ്ങിയ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സാമ്പിൾ. ശരിയാണ്. സിനാപ്റ്റിക് ലെഫ്റ്റ്, പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന് ഇടയിൽ വരുന്ന ഗ്യാപ്പ്. ശരിയാണ്. സിനാപ്റ്റിക് നോബ്, ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രട്ടറി. എല്ലാം ശരിയല്ലേ? ഇപ്പോൾ എയും ബിയും സിയും ഡിയും ശരിയാണ്. അപ്പം അങ്ങനെ ഓപ്ഷൻ ഏതാ ഉണ്ട്? ഡി ഓപ്ഷൻ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ന്യൂറോൺ ഈസ് പ്രസന്റ് ഇൻ റെറ്റിന ഓഫ് ഐ? ഐയുടെ റെറ്റിനയിൽ കാണപ്പെടുന്ന ന്യൂറോൺ ഏതാണ്? ബൈപോളർ ആണോ, യൂണിപോളർ ആണോ, മൾട്ടിപോളർ ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ബൈപോളർ അല്ലേ? അപ്പോൾ ഇത് ഏതാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഡെൻഡ്രൈറ്റ് പൊസസ് നിസൽസ് ഗ്രാനുൾ. ശരിയല്ലേ? ഡെൻഡ്രൈറ്റിനകത്ത് നിസൽസ് ഗ്രാനുൾ ഉണ്ട്. അൺമൈലിനേറ്റഡ് ന്യൂറോൺസ് ഹാവ് ഷ്വാൻസെൽ. അൺമൈലിനേറ്റഡ് ന്യൂറോണിനകത്തും ഷ്വാൻസെൽ ഉണ്ട്. ശരിയാണ്. റിസപ്റ്റർ സൈറ്റ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ പ്രസന്റ് ഓൺ പ്രീ സിനാപ്റ്റിക് മെമ്പർ. അത് തെറ്റാ, പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പർ എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എയും ബിയും ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഏതെടുക്കണം ആൻസർ ആയിട്ട്? ആൻസർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ആൻസർ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.